പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അങ്ങനെ നിങ്ങൾ ചെയ്ത സമരം വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു റിസൾട്ട് ഇങ്ങനെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ടേനെ. ഇതുപോലുള്ള എക്സാം അറ്റൻഡ് ചെയ്യാൻ വിദ്യാർത്ഥികൾ മടി കാണിച്ചേനെ. നാളെയുള്ള ജനറേഷനിലെ ഡോക്ടേഴ്സൊക്കെ അന്തവും കുന്തവും തിരിയാത്ത ഡോക്ടേഴ്സായി മാറിയേനെ. വിദ്യാർത്ഥികളോട് എല്ലാവരോടും പറയാനുള്ള ഒരുപാട് പേർക്ക് വലിയ വലിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പലരെയും പല രീതിയിലും കേസെടുത്തിട്ടൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾ കാണിച്ച ചങ്കൂറ്റത്തിന് 1000 സല്യൂട്ട്. അതുപോലെ നമ്മൾ കേരളത്തിലുള്ള ഒരു ലേഡി സെലിബ്രിറ്റി, ലേഡീസിനൊക്കെ വലിയ കാര്യമായിരുന്നു, ഭയങ്കര മോട്ടിവേഷനൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അവർ കുട്ടികളോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവൻ നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വീട്ടിലിരിക്കണമെന്ന്. ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളെ മക്കളും വളരുന്നുണ്ട്, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ രാഷ്ട്രത്തിൻ്റെ അടുത്ത ഭാവി ആരുടെ കയ്യിലാണ്? ഈ വിദ്യാർത്ഥികളുടെ കയ്യിലാണ്. ഇനിയും നമ്മളെ രാഷ്ട്രം വിവരമില്ലാത്തവരുടെ കയ്യിൽ എത്തണോ? അതുകൊണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആൾക്കാർ വളരണം. അതിന് വേണ്ടത് നല്ല വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കാൻ നോക്കിയത് കൊണ്ടാണ് ഇങ്ങനൊരു സമരവും അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് മറ്റൊരാൾ പറഞ്ഞല്ലോ, ഡൽഹിയിൽ പോകുന്നത് കള്ളു കുടിക്കാനും ഫുഡ് കഴിക്കാനാണെന്നുള്ള. കുട്ടികൾ പോയിട്ട് കാര്യങ്ങൾ സെറ്റാക്കിയില്ലേ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഇപ്പം പലരും സെൽഫി വീഡിയോസ്, ഓൺ വോയിസ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. മറ്റൊരാൾ വീഡിയോ എടുക്കുമ്പോൾ നന്നായിട്ട് വീഡിയോയിൽ സംസാരിക്കാൻ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ സെൽഫി വീഡിയോസ് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രായമുള്ള ഉപ്പാപ്പയും ഉമ്മാമ്മയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. മിനിമം നമ്മളൊരു 60-70 സെൻറ്റിമീറ്റേഴ്സ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫേസിൻ്റെ റിയൽ ഷേപ്പ് നമുക്ക് സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ ഓൺ വോയിസ് സെൽഫി വീഡിയോ എങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസ് വെച്ച് എടുക്കാമെന്നുള്ളത് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ ഓൾറെഡി ഒരു സബ്ജക്റ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ ലെങ്ത് ആവശ്യത്തിനായി. താങ്ക് യു സോ മച്ച്.